100% അനുമതിയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് ഫയൽ സ്വീകരിച്ച് 5 പേർക്ക് നോട്ടീസ് അയച്ചു. അത്രയും സാവകാശം കൊടുക്കണ്ടേ? വെറും 5 സെൻറ്റുള്ളതിൽ 3 സെൻറ്റിൽ ക്ഷേത്രവും വെച്ച് ഒരു പശുവിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു പാവത്തിന് വേണ്ടി പറയാൻ ആരുമില്ല, നിയമമില്ല. നിയമമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അവിടെ നിന്നേ കൊണ്ടുവന്ന് രാവിലെ തന്നെ അവർ തടയാൻ പോയപ്പോൾ ഈ മകനോട് 6 മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, നിയമം അനുസരിക്ക്, ഞങ്ങൾ നിങ്ങളെ കൂട്ടത്ത് കാണും. നിയമം അനുസരിച്ചു, ആ കുടുംബം അനുസരിച്ചു, അവസാനം വരെ അവരനുസരിച്ചു. അതുകൊണ്ട് ആ കുടുംബത്തിന് വന്ന വീഴ്ച മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാളെ മഹാസമാധി 3-നും 4-നും ഇടയ്ക്ക് ഇതേ സ്ഥലത്ത് നടത്തും. ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് പരാതി കൊടുത്തത്. അയാളെ ബന്ധുവൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ സിവിൽ കേസുണ്ട്. ഒരു കേസുള്ള ആൾ ഒരു മൊഴി കൊടുത്താണ് ഈ കേസെല്ലാം ഉണ്ടാക്കിയത്. ഇതിലൊക്കെ ബന്ധുവൊന്നുമില്ല. ചോദിച്ചോ, ബന്ധുവാണോ? ബന്ധുവല്ല. ഇതൊക്കെ ഒരു ഗൂഢാലോചനയാണ്. ബന്ധുവല്ല വിശംബരൻ ബന്ധുവല്ല. അത് അവരുടെ ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് അവർക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് വഴി ചോദിച്ചു വന്നായിരുന്നു. അതിൻ്റെ ഒരു ഇതാണ് ശത്രുത മനോഭാവം വെച്ച് ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ഒരു പരാതി വരുമ്പോൾ മാൻ മിസ്സിങ് എടുക്കുമ്പോൾ ആ ഒരു വിരോധിയെ തന്നെ എടുത്ത നടപടിയും ശരിയല്ല.